പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബികാനന്ദൻ, തൃശ്ശൂർ. മക്കളെ, എൻ്റെ അവിടെ വെള്ളം കയറി മക്കളെ. അമ്മയുടെ അമ്പലത്തിൽ മൊത്തം വെള്ളം മക്കളെ. ഈ മഴക്കാലം കഴിയുന്ന വരെ ഇതാണ് വർഷങ്ങളായിട്ടുള്ളതാട്ടോ. ഇതോടെ ഉയർത്താൻ പറ്റില്ല. ഉയർത്തിയാൽ നമ്മുടെ അമ്പലം തറകളൊക്കെ മൂടിപ്പോവും. നല്ല ഉയരുണ്ടായിരുന്ന തറയാണ്. അതൊക്കെ മണ്ണിട്ട് ഇപ്പോൾ രണ്ട് ഇതേ ഉള്ളൂ. രണ്ട് കരയും. അത് ഈ തറയുടെ രണ്ട് കര കാണാനുള്ളൂ. ഇനി മണ്ണിട്ട് അത് മൂടിപ്പോവും. അപ്പോൾ പിന്നെ അമ്പലം എന്ന് പറയാൻ പറ്റില്ല, പൂജാമുറി എന്ന് പറഞ്ഞ് ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ചോറ്റുപാത്രത്തിൽ എന്താണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. വരും. മഴക്കാലമല്ലേ, കഞ്ഞി അല്ലെങ്കിലും കഞ്ഞി പ്രിയം തന്നെയാണ്. അതാ കുത്തിരിയുടെ ചൂടുള്ള കഞ്ഞി, പിന്നെ നമ്മളുടെ കടച്ചക്ക ഉപ്പേരി, പിന്നെ നമ്മുടെ ചുട്ട പപ്പടം. ഇതൊക്കെ പോരെ മക്കളെ കഞ്ഞി കുടിക്കാൻ. വിശപ്പ് നമുക്കടങ്ങില്ല. ഇതൊക്കെ കുടിച്ച ഇഷ്ടം പോലെ ഇഷ്ടം എനിക്ക്. അപ്പോൾ നമുക്ക് കഞ്ഞി കുടിക്കാൻ വരേ. അപ്പോൾ നമുക്ക് കഞ്ഞി കുടിക്കാം മക്കളെ. വിശന്നിട്ട് വയ്യ. ഉച്ചയ്ക്കും വൈകുന്നേരം ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ രാവിലെ ഈ കഞ്ഞി കുടിച്ചില്ലെങ്കിൽ എനിക്ക് വയറ് കത്തും. ചുട്ട പപ്പടം, വെണ്ണൂർ ചാരുണ്ടാവും. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ കടച്ചക്ക. വറുത്തരച്ച് വെക്കണതും ഉപ്പേരി വെക്കണതും നല്ല ഇഷ്ടമാണ്. ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യൂ. എനിക്കൊരു സ്വഭാവമുണ്ട്. ഞാൻ പറയാ സ്വഭാവം എന്താണ്. അപ്പം നിങ്ങൾക്കൊന്നും ഉണ്ടായിരിക്കും ചിലവർക്കത്. അപ്പം അത് നമ്മൾ തിരുത്തേണ്ട കാലമായി. ഞാൻ തിരുത്തി തുടങ്ങി. കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്വയം നമ്മളെ വിലയിരുത്തും. എനിക്കിപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിലയിരുത്താൻ എനിക്ക് അറിവില്ല. കാരണം പല ബാങ്ക് കാര്യങ്ങളിലും ഓഫീസുകളിലും ഒക്കെയും വീടിൻ്റെ കാര്യത്തിന് ഞാൻ പോവാതെ എൻ്റെ സഹോദരികളൊക്കെ തള്ളിവിട്ടിട്ടുണ്ട്. നിങ്ങൾ പോകുന്നു. എനിക്ക് പേടിയാണ്. കാരണം എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. ഒരു ഫോറം തന്നാൽ പൂരിപ്പിക്കാൻ അറിയില്ല. അതിൻ്റെ പേരിൽ പല പരിഹാസങ്ങളും ഞാൻ സ്ഥാപനങ്ങളിൽ നേരിടേണ്ട വന്നിട്ടുണ്ട്. അത് കാരണം എനിക്ക് അങ്ങനെയൊക്കെ പോകാൻ ഭയങ്കര ഭയമായിരുന്നു. ആരെങ്കിലുമൊക്കെ എനിക്ക് വേണം. അതുപോലെ ദൂരയാത്രകൾ, ഈ തൃശ്ശൂർ വിട്ടിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പോകണമെങ്കിൽ ഒരാൾ വേണം. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, 10 വട്ടം പോയ സ്ഥലമാണെങ്കിലും ഒന്നിലെ ആ ബസ് സ്റ്റോപ്പിൻ്റെ മുന്നേ ഇറങ്ങും, അല്ലെങ്കിൽ ആ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഇറങ്ങും. അപ്പോൾ ഇതിനൊക്കെ ഞാൻ എന്ത് ചെയ്യും, കൂട്ടുപിടിക്കാറുണ്ട് ഓരോരുത്തരെ. അപ്പോൾ ഉപമാരുടെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നുമില്ലാതെ സ്വാമിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ അവരെ വിളിച്ചു കഴിയുമ്പോൾ അവർ പുറകിലേക്ക് നിൽക്കും. കാരണം അവർക്കറിയാം അവരില്ലാണ്ട് സമയം കൊണ്ട് പോവില്ല. നമുക്കറിയില്ല എന്ന് അവർക്കറിയാം. അങ്ങനെ ആകുമ്പോൾ അവർ നമ്മളെ ചൂഷണം ചെയ്യും. പുറത്ത് 10 ആളോട് പറയും
എന്നെ കുറിച്ചിട്ട്. ഞാനത് അമ്മയുടെ വലിയ ആള്, അല്ലാണ്ട് അമ്മ ഒരു ഭാഗത്തേക്ക് പോവില്ല. അപ്പം മറ്റുള്ളവർക്ക് നമ്മളോട് ശത്രുത വരും. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരാവശ്യത്തിന് മറ്റുള്ളവരെ സമീപിച്ചാൽ വലിയ ആളുണ്ടല്ലോ കൂടെ, തോഴൻ അല്ലെങ്കിൽ തോഴി, അവരോട് പറഞ്ഞാൽ പോരെ എന്നൊക്കെ പറയും നമ്മളോട്. അപ്പം അതിനൊന്നും നമ്മൾ നിന്ന് കൊടുക്കണ്ട. ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക, നമ്മളെന്ന് പറയുന്ന വ്യക്തി എപ്പോഴും തനിച്ചാണ്. ബാക്കി ഒന്നും നമുക്ക് ശാശ്വതമല്ല. അതെല്ലാവരും മനസ്സിൽ ഉറപ്പ് വരുത്തുക. അത് ഭാര്യ ആവട്ടെ, ഭർത്താവട്ടെ, മക്കളാവട്ടെ, നമ്മളെ ജന്മം നൽകിയ മാതാപിതാക്കളാവട്ടെ, സുഹൃത്തുക്കളാവട്ടെ, ഇവരൊന്നും നമ്മുടെ സ്വന്തമല്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇവരെല്ലാം നമ്മളെ ഇട്ടെറിഞ്ഞ് പോകും. നമ്മളപ്പോഴും തനിച്ചാവും, നമ്മുടെ നിഴൽ മാത്രം. മനസ്സിലാവണുണ്ടോ? ആ ബോധം എപ്പോഴും നമുക്കുണ്ടാകണം. അത് ഞാൻ തിരുത്തി. ഞാൻ ഇപ്പോൾ എവിടേക്ക് പോകണില്ല, ഞാൻ പോകും. വായിട്ടടിക്കുക തന്നെ. എനിക്കിപ്പോൾ ഒരു പേടി തോന്നണില്ല. കാരണം എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തി. ഞാൻ തനിച്ചായി. എനിക്ക് ജീവിക്കണ്ടേ? മനസ്സിലാവണ്ട? അവിടെ സ്വന്തം ബന്ധമിത്രാദികളൊന്നും സുഹൃത്തുക്കളൊന്നും ഇല്ല. എല്ലാം കണക്കാണ്. മനസ്സിലാവണ്ട? എൻ്റെ അനുഭവത്തിൽ ഇപ്പം നമ്മുടെ ബന്ധക്കാരെ അടുത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് പോയാൽ നല്ല സ്നേഹമായിരിക്കും. പക്ഷെ നമ്മൾ പോന്നു കഴിഞ്ഞാൽ എന്താ പറയണേന്ന് നമുക്കറിയുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് ആവുന്നത് ആരെയും വെറുതെ ആശ്രയിച്ച് ജീവിക്കരുത്. അന്ന് ആശ്രയിക്കേണ്ടവരാശ്രയിക്കും വേണം, നമ്മുടെ നേട്ടത്തിന് വേണ്ടി. അല്ലാണ്ട് ആർക്കും വേണ്ടി നമ്മൾ അടിമയാവരുത്. അങ്ങനെ നമ്മൾ ദുഃഖപ്പെടേണ്ടി വരും. കാരണം ഒരു സമയത്ത് നമ്മൾ ഒറ്റയ്ക്കാവും. എൻ്റെ അമ്മ പെങ്ങന്മാരുടെ അടുത്തേക്ക് പോയി കഴിയുമ്പോൾ രാത്രി വെക്കുമ്പോൾ ഞാൻ ഒറ്റപ്പെടുമ്പോൾ എനിക്ക് വിഷമം. പക്ഷെ ഞാൻ ജീവിക്കണം എന്നെൻ്റെ അമ്മയുണ്ടാവും എൻ്റെ കൂടെ. അപ്പോൾ ചിലർ പറയും സ്വാമിയുടെ അനുഭവമാണത്. ഞങ്ങൾക്കൊന്നും അങ്ങനെയല്ല. ഞങ്ങളുടെയൊക്കെ സ്വന്തക്കാർ നല്ല സ്നേഹ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ നല്ല സ്നേഹ. അങ്ങനെ ഒരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കട്ടെ, നല്ല കാര്യം. അങ്ങനെ കിട്ടാൻ നമ്മൾ പുണ്യം ചെയ്യണം. അപ്പം നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയാൽ നിങ്ങൾ പുണ്യം ചെയ്തവരാണ്. പക്ഷേ നാളെ ഇത് തിരുത്തി പറയാൻ ഇടവരരുത്, നിങ്ങളുടെ കണ്ണ് നിറയരുത്. അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഇത്തരം പറഞ്ഞത്. കഞ്ഞി ഒരു സംഭവമാണ് മക്കളെ. കഞ്ഞി എന്ന് പറഞ്ഞത് ഒരു സംഭവമാണ്. എപ്പോഴും പലഹാരം ഉണ്ടാക്കി തിന്നാൻ്റെ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് കഞ്ഞി കുടിക്കുക കേട്ടോ.
കുറേ മക്കൾക്ക് വിഷമമായിട്ടാണ് ചാനലിൻ്റെ വീഡിയോകളിൽ എൻ്റെ പ്ലേ പാവങ്ങൾ. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി എന്നെ അറിയിച്ചു. അതുപോലെ ഇന്നലെ പാലക്കാട് നിന്ന് ഒരു പെൺകുട്ടി എന്നെ വിളിച്ചു. ഇപ്പം ഞാൻ മറക്കലകരം നേരത്തെ കിടക്കും. ആ കുട്ടി വിളിച്ചപ്പോൾ ഞാൻ കിടന്നു, മയങ്ങി. അപ്പോഴാണ് കോള് വരുന്നത്. അപ്പോൾ എടുത്തു. അപ്പം നല്ല ഭംഗിയുള്ള സംസാരം എനിക്ക് ഇഷ്ടമായി. ചേട്ടൻ വിളിക്കണത് എന്തോ ഒരു സ്നേഹമാണ് ആ വാക്കുകളിൽ. ഓരോ വാക്കിനും ചേട്ടേ 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 എന്ന് വിളിക്കും. പാലക്കാട് നിന്നാണ്. വിവാഹം കഴിഞ്ഞ് 2 മക്കളുണ്ട്. അപ്പോൾ സന്തോഷമായി മോളെ, നീ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിൻ്റെ വാക്കുകളിലുണ്ട് നീ സ്നേഹമുള്ളൊരു വ്യക്തിയാണെന്ന്. കൊടുങ്ങല്ലൂർ അമ്മ നിന്നെ അനുഗ്രഹിക്കട്ടെ. അപ്പം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുകയാണ്, എൻ്റെ ചാനൽ നിങ്ങൾ കാണുകയാണെങ്കിൽ ആ ബെല്ല് ബട്ടനും അതിൻ്റെ അടുത്ത് കാണുന്ന ചുവന്ന ബട്ടനും ഒന്ന് അമർത്തണം. ഒരേ ഒരു വട്ടം അമർത്തിയിട്ടില്ലെങ്കിൽ മാത്രം. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് മുന്നിലെത്തും. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സുഖ സന്തോഷമായി.